നമസ്കാരം. കയ്യിലെത്തിയത് വായിലെത്തിയില്ല എന്ന് പറയുമ്പോഴാണ് പാകിസ്ഥാന്റെ അവസ്ഥ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് ഉപയോഗിക്കാനാവാത്ത അവസ്ഥയാണ് നിലവിൽ. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ എണ്ണശേഖരമാണ് പാക് അധികാര പരിധിയിലുള്ള അറബിക്കടൽ ഭാഗത്തു നിന്ന് കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വന്നിട്ടും എണ്ണ പര്യവേഷണത്തിനായി ആഗോള എണ്ണ കമ്പനികളൊന്നും പാകിസ്ഥാനെ സമീപിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തുകൊണ്ടാണ് എണ്ണ കമ്പനികൾ പാകിസ്ഥാനെ സമീപിക്കാത്തതെന്ന് ചോദിച്ചാൽ എണ്ണ കമ്പനികൾക്ക് പാകിസ്ഥാനോടുള്ള പഴയ താല്പര്യം കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിലുള്ള ബിസിനസ് സൗദി എണ്ണ കമ്പനിയായ അരാംകോയ്ക്ക് കൈമാറുമെന്ന് അമേരിക്കൻ ഓയിൽ കമ്പനിയായ ഷെൽ കഴിഞ്ഞ വർഷം തന്നെ അറിയിച്ചിരുന്നു. കൂടാതെ രാജ്യത്തെ 18 ഓയിൽ ഗ്യാസ് ബ്ലോക്കുകളുടെ അന്താരാഷ്ട്ര ലേലത്തിലും ഓയിൽ കമ്പനികൾ കാര്യമായ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചു കണ്ടില്ല. നിലവിലുള്ള കമ്പനികൾ തന്നെ രാജ്യം വിടാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. പര്യവേഷണത്തിന് ഉപയോഗിക്കപ്പെടുന്ന ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷയ്ക്ക് ചെലവിടേണ്ടി വരുന്ന ഉയർന്ന തുകയാണ് മിക്ക കമ്പനികളെയും പിന്നോട്ടടിക്കുന്നത്. സുരക്ഷിതമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയാൻ സാധിക്കില്ല. അതിനുള്ള പ്രധാന കാരണം പാകിസ്ഥാന്റെ ഭീകരവാദം തന്നെയാണ്. പാകിസ്ഥാന്റെ ജനങ്ങൾക്ക് പോലും മതിയായ സുരക്ഷ ലഭിക്കുന്നില്ല. നിരവധി പേരാണ് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നതും പരിക്കേൽക്കുന്നതും. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇരട്ടി സുരക്ഷ ഒരുക്കേണ്ടി വരും. പാക് സൈന്യം നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് സർക്കാർ തന്നെ നേരത്തെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വികസന പങ്കാളിയാണ് ചൈന. ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചൈന പാകിസ്ഥാനിൽ നടത്തി വരുന്നുണ്ട്. വടക്ക് കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത് ഈ വർഷം മാർച്ചിലാണ്. ഖൈബർ പത്തൂൺഖ പ്രവിശ്യയിലെ ദാസു അണക്കെട്ട് നിർമ്മിക്കാനെത്തിയ എഞ്ചിനീയർമാർ സഞ്ചരിച്ച ബസ്സിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായ പദ്ധതി സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതിൽ ചൈന പാകിസ്ഥാനോട് അതൃപ്തി അറിയിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വിദേശ കമ്പനികളെ പാകിസ്ഥാനിൽ പര്യവേഷണം നടത്തുന്നതിൽ നിന്നും തടയുന്നതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും വിദേശ നിക്ഷേപത്തെ തടയുന്നുണ്ട്. അറബിക്കടലിൽ എണ്ണശേഖരം കണ്ടെത്തിയതായി പാക് ഏജൻസികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ അളവ് എത്രയാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ലോകത്തിലെ 4ാമത്തെ വലിയ എണ്ണശേഖരമാണെന്നും പാക് എണ്ണശേഖരം പാകിസ്ഥാന്റെ തലവര മാറ്റുമെന്നുമെല്ലാം ഒരു വിഭാഗം പറയുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പാകിസ്ഥാന്റെ ഊർജ്ജ ഇറക്കുമതി $17.5 ബില്യൺ അല്ലെങ്കിൽ ഏകദേശം 1,45,250 കോടി രൂപയാണ്. അടുത്ത 7 വർഷത്തിനിടയിൽ ഇത് ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ പാകിസ്ഥാൻ ആവശ്യമായ 29% ഗ്യാസും 85% പെട്രോളിയവും 20% കൽക്കരിയും 50% LPGയും ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത്. കടലിനടിയിലെ എണ്ണ പുറത്തെടുക്കാൻ വലിയ തോതിലുള്ള നിക്ഷേപവും പ്രവർത്തനവും ആവശ്യമാണ്. ഇത് വിദേശ സഹായത്തോടെ അല്ലാതെ സാധിക്കില്ല. സൗദി രാജകുടുംബം ഇടയ്ക്ക് പാകിസ്ഥാനിലെ എണ്ണ പര്യവേഷണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ അയഞ്ഞ മട്ടാണ്. ചൈനയുടെ വികസന പ്രവർത്തനങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്കും വലിയ താൽപര്യമില്ലെന്നാണ് വിവരം. ചൈനീസ് കമ്പനികളോ സൗദി അറേബ്യയോ മുൻകൈ എടുത്തില്ലെങ്കിൽ പാകിസ്ഥാന്റെ എണ്ണ സ്വപ്നങ്ങൾ കടലിനടിയിൽ തന്നെ കുഴിച്ചു മൂടേണ്ടി വരും. കയ്യിൽ നിധിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കൂടി നന്നായിരിക്കണ്ടേ? ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.